ഇപ്പോൾ ശ്രീമതി സിന്ധു വേണുവിന്റെ ഭാര്യ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി സിന്ധു, നമസ്കാരം. ഇവിടെ ഇപ്പോൾ ഡോക്ടർമാർ വീണ്ടും അവർ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആവർത്തിച്ച അതേ കാര്യം തന്നെയാണ് ഈ ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണത്തോടുകൂടി അന്വേഷണത്തിലും മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ആൻജിയോഗ്രാം നടത്തുന്ന ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് പോലും അതിന്റെ മെഡിക്കൽ കണ്ടീഷൻ അദ്ദേഹത്തിന്റെ സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഈ ഘട്ടത്തിൽ? പച്ചക്കള്ളമാണ്. കാരണം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ആൻജിയോഗ്രാമിന് തള്ളി എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ ഇതല്ല അവർ പറഞ്ഞത്. ആൻജിയോഗ്രാമിന് അപ്പോയിന്റ് ചെയ്ത ആളുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെയ്യാത്തതെന്നാ പറഞ്ഞത്. എന്തിനാണ് അവരിങ്ങനെ മാറ്റി മാറ്റി ഒരു ജീവൻ വെച്ചാണോ അവർ കളിച്ചത്? ഞാൻ ചോദിക്കട്ടെ, എന്നാൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ഈ പേഷ്യന്റിന് ഇത്രയും ക്രിട്ടിക്കൽ എന്തുകൊണ്ട് അവർ ICUലോട്ട് മാറ്റിയില്ല? അത് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റല്ലേ അവർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ഘട്ടത്തിൽ ആദ്യം ചോദിച്ചിരുന്നില്ലേ ഡോക്ടേഴ്സിനോട്? അപ്പോൾ എന്തായിരുന്നു പ്രതികരണം? ഈ ICUലേക്ക് അടക്കം മാറ്റുന്നതിൽ എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചു എന്നായിരുന്നു വിശദീകരണം? ICUലോട്ട് മാറ്റുന്നതിന് ഒന്നും പറഞ്ഞിട്ട് ICUലോട്ട് കയറ്റുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അവർ വാർഡിലോട്ടാണ് മാറ്റിയത്. OPയിൽ ചെന്നപ്പോഴും ഡോക്ടർ നോക്കിയിട്ട് വാർഡിലോട്ടാണ് മാറ്റിയത്. ഞങ്ങളെ ICUവിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ അന്ന് ആ സമയത്ത് പുള്ളിയുടെ പൊസിഷൻ എന്താണെന്ന് ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷനും ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടേ ഇല്ല അല്ലേ? ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ബ്ലഡ് റിസൾട്ട് കൊണ്ട് കൊടുക്കുന്നു, നോക്കുന്നു, അച്ഛൻ ഓക്കെയാണ്, കുഴപ്പമില്ല, ബുധനാഴ്ച ചെയ്യാം, ചൊവ്വാഴ്ച ബുധനാഴ്ച ചെയ്യാം എന്നേ പറഞ്ഞിട്ടില്ല. അല്ല വേറെ ഒരൊറ്റ കാര്യങ്ങൾ പോലും ആ ഡോക്ടറിനോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഈ ക്രിയാറ്റിന്റെ അളവൊക്കെ സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടാണ് ആൻജിയോഗ്രാം നടത്താതിരുന്നത് എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ പക്ഷേ അത് പറഞ്ഞില്ല, വിശദീകരണം നൽകിയില്ല എന്തുകൊണ്ട് ആ ലിസ്റ്റിൽ നിന്ന് മാറ്റി കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ അവർക്ക് ബൈസ്റ്റാൻഡർ എന്തിനാണ് അവിടെ നിർത്തുന്നത്? അവർക്ക് ചോറും കറിയും വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമല്ല ബൈസ്റ്റാൻഡർ നിർത്തുന്നത്. ഡോക്ടേഴ്സിനോട് ചിന്തിക്കാൻ പറയണം. നിങ്ങൾ ബന്ധുക്കളിൽ നിന്നെല്ലാം അടക്കം അന്വേഷണ സംഘം ഇപ്പോൾ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി തന്നെ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ലേ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ഒരു വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ട് ഇതുപോലെ അവരുടെ ഭാഗത്തുനിന്ന് പോലും വിളിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ആ മനുഷ്യൻ മരണമൊഴിയാണ് കൊടുത്തത്. അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാത്തതിന് ഒരു മരണമൊഴിയല്ലേ കൊടുത്തത്. ആരും എന്നെ വിളിച്ച് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാൻ പറ, ആ വാർഡിൽ കിടന്ന പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിനെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറ, അറിയാൻ പറ്റും. അതായത് ഇത്ര ദിവസമായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഈ ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇതുവരെ അവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളത്. ഞാൻ എന്റെ 2 വളർന്ന പെൺമക്കൾ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു നാഥനാണില്ലാതെ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം ഉണ്ടായിട്ടുള്ളത്. അവരെല്ലാരും ഇപ്പൊ വെച്ച് കൈയൊഴിയുവാണ്. അവരുടെ ഭാഗത്ത് ഇത്രയും വലിയ തെറ്റ്, ഇത്രയും കണ്ടീഷൻ, ഇത്രയും ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ ICUൽ കയറ്റി? ഞാൻ അവസാന സമയത്ത് ICUൽ കൊണ്ടുപോകുമ്പോൾ ICUൽ ആളുകൾ തിങ്ങി വിങ്ങി കിടക്കുമല്ലായിരുന്നു. 3-4 പേഷ്യൻസേ ഉള്ളൂ അതിനകത്ത് ആവശ്യത്തിനുള്ള സ്ഥലമാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയില്ല അവിടെ? ഓക്കെ, അപ്പോൾ ഇനി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ അന്വേഷണത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് പര്യാപ്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണോ? അല്ല, ഇത് എനിക്ക് തോന്നുന്നു വെള്ളപൂശാണ് മൊത്തത്തിൽ. എല്ലാവരെയും കൂടെ അവരെല്ലാവരും മാലാകന്മാരുമായി, ഞങ്ങൾ മാത്രം ഇപ്പം ഇതുമായി. എന്താണെന്ന് വെച്ചാൽ അവർ ഒരു കമ്മ്യൂണിക്കേഷൻ യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളൂ. ഞാൻ അന്ന് മുതൽ എല്ലാ മാധ്യമങ്ങളോടും ഒരൊറ്റ കാര്യമാണ്, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതുവരെ മൊഴി മാറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എന്റെ ഭർത്താവിന് അനുഭവിക്കേണ്ടി വന്നത് അദ്ദേഹം മരണമൊഴിയായും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഇല്ലാതെ ഇന്ന് ലോകം അറിയത്തത് പോലും ഇല്ലായിരുന്നു. ഇതുപോലെ മരണപ്പെട്ട് എവിടെയെങ്കിലും ഇപ്പൊ മണ്ണിനടിയിലായനായിരുന്നു. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഉള്ളതുകൊണ്ടല്ലേ ഇത് വൈറലായത്. ഇല്ലെങ്കിൽ അറിയുമായിരുന്നു. എത്രയോ വേണുമാർ ഇതുപോലെ മരിച്ചു കാണുമായിരിക്കും. എത്രയോ കുടുംബങ്ങൾക്ക് നാഥന്മാരും പേഷ്യൻസ് മരിച്ചിട്ടുണ്ടായിരിക്കും. എത്രയോ കുടുംബങ്ങൾ അനാഥമായി കാണും, എത്ര കുഞ്ഞുങ്ങൾ അനാഥമായി കാണും. ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടായത് മാത്രമാണ് ഇതിപ്പോ പുറത്തു വന്നത്. അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. കാരണം അദ്ദേഹം വളരെ നല്ല മനുഷ്യൻ. നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ ഒന്ന് തിരക്കിയാൽ മതി. വളരെ നല്ല മനുഷ്യനല്ലേ. എല്ലാവരോടും അദ്ദേഹം നല്ല രീതിയിൽ ഏതൊരു സാഹചര്യത്തിലും ഒരു ഹോസ്പിറ്റലായാലും ഒരു ഓട്ടോ ഓടുന്ന മനുഷ്യനായിരുന്നു. നിങ്ങൾ തിരക്കിയാൽ മതി. ഒരു ഹോസ്പിറ്റൽ കേസായാലും അവരെ നല്ല രീതിയിൽ എന്തൊക്കെ വേണമെന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇന്ന് ഇല്ലാതായിരിക്കുന്നത്. എത്രയോ പേര് വന്ന് പറഞ്ഞു എന്നറിയാമോ, ഇവിടെ ഞങ്ങൾ ആരും പ്രതീക്ഷ ഇത്രയും ഒരു നല്ല ചെറുക്കന് ഇത്രയും പെട്ടെന്ന് ഒരു 49 വയസ്സുള്ള അങ്ങനെ ജീവിതം പോലും ഇല്ലാതാക്കി കളഞ്ഞു. എങ്ങനെ ചെയ്യാൻ തോന്നി അവർക്ക്? അല്ലെങ്കിൽ ക്രിട്ടിക്കലാണ്. അവർക്ക് എന്നോട് പറയാമായിരുന്നു, അവർ ചെയ്തില്ല. ഞാൻ എന്ത് വേണം? ഞാൻ എന്റെ മക്കൾക്കാണ് അച്ഛനില്ല, എനിക്കാണ് എന്റെ കൂട്ടാണ് നഷ്ടപ്പെട്ടത്.
മനസ്സിലായി സിന്ധു, താങ്കളുടെ വേദന ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ആശ്വസിപ്പിക്കുകയല്ലാതെ മറ്റു നിവർത്തിയില്ല. പറഞ്ഞോളൂ, തുടർന്നോളൂ. അവര് പറയുന്ന അവരുടെ ഭാഗത്ത് നിന്ന് അവരെല്ലാം മരുന്ന് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, അവർ കൊല്ലാനുള്ള മരുന്നാണോ ആ മനുഷ്യന് കൊടുത്തത്? അവരെന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അവർ കൊല്ലാനുള്ള മരുന്നാണോ കൊടുത്തത്? എനിക്ക് തോന്നുന്നത് ഓരോ മരുന്ന് ചോദിക്കുമ്പോൾ തരുന്നില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അവിടെ ഇത്തിരി തലവേദന, അസഹ്യമായ തലവേദന കാരണം അദ്ദേഹം അവിടെ വഴക്കിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ കൊന്നതായിരിക്കും എനിക്കിപ്പോ തോന്നുന്നത്. മനഃപൂർവ്വം കൊന്നതായിരിക്കും, അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയില്ല. മനഃപൂർവ്വം കൊന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വേണുവിന്റെ നീതിക്കായി ഇനി പോരാട്ടം അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സിന്ധു ആലോചിക്കുന്നത്? ഈ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പാർട്ടിയുടെ ഒക്കെ പിന്തുണയൊക്കെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? പാർട്ടി നേതാക്കളൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്ന് കണ്ടു. അവർ ഇതിനകത്ത് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാൻ പറഞ്ഞു. എനിക്ക് എന്ത് സപ്പോർട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഞാനിങ്ങനെ നിയമപരമായിട്ട് തന്നെ പോകാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് നീതി കിട്ടിയേ പറ്റൂ, എനിക്ക് എന്റെ മക്കളെ വളർത്തിയേ പറ്റൂ. അവരുടെ അച്ഛൻ ഇപ്പൊ ഇല്ല. അവരുടെ അച്ഛൻ ഒരുപാട് ആഗ്രഹങ്ങൾ മക്കളെ കുറിച്ചുണ്ടായിരുന്നു. നല്ല രീതിയിൽ പഠിക്കുന്ന മക്കളാണ് അവരെ എനിക്ക് എന്തായാലും അവർ അച്ഛൻ ആഗ്രഹിച്ച രീതിയിൽ എത്തിച്ചെങ്കിൽ മാത്രമേ അവർ അച്ഛന് ആത്മശാന്തി കിട്ടൂ. എനിക്കത് ചെയ്തേ പറ്റൂ. അതെ, അപ്പോൾ ഈ DMEയുടെ അന്തിമ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചതിന് ശേഷം അതിനുശേഷം മന്ത്രിയുടെ പ്രതികരണം എങ്ങനെ വരും എന്നതുകൂടി പരിഗണിച്ചാണോ നിയമ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും. ശരി, വളരെ നന്ദി സിന്ധു, ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ അവർക്ക് ഒരു തൃപ്തിയുമില്ല. വെള്ളപൂശാൻ, ഡോക്ടർമാരെ വെള്ളപൂശാൻ നടത്തുന്ന ഒരു അന്വേഷണമായിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. എന്തായാലും ഈ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ കാത്തിരിക്കാം എന്നുള്ളതാണ് കുടുംബത്തിന്റെ തീരുമാനമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും, അതായത് അവിടെ എടുത്തു പറയേണ്ട കാര്യം, ഡോക്ടർ ഹാരിസ് തിരക്കിൽ ഇന്നലെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമുണ്ട്. മെഡിക്കൽ കോളേജുകൾ എല്ലായിടത്തും തുടങ്ങിയിട്ട് കാര്യമില്ല, അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ കൂടി ഉറപ്പാക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇത്രയധികം രോഗികൾക്ക് ആവശ്യമായ ചികിത്സ മതിയായ തരത്തിൽ നൽകാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് അടക്കം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി അതായിരിക്കും. അതായത് ഈ ഡോക്ടർമാർക്ക് ചികിത്സിക്കാവുന്നതിനേക്കാൾ അധികമായി രോഗികൾ എത്തുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ആവശ്യമായ സൗകര്യങ്ങൾ ഇത്രയധികം രോഗികൾക്ക് വേണ്ടി അവിടെ ഒരുക്കുന്നതിൽ നേരിടുന്ന ഒരു പരിമിതി, ഇതൊരു വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട് എന്നതാണ് വസ്തുത. അവിടെയാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം, പക്ഷേ ഇത് പലപ്പോഴും ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോഴാണ് ആ സിസ്റ്റത്തിനെതിരെയുള്ള വലിയ വിമർശനമായി അത് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഈ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏത് തുടർ നീക്കങ്ങളിലേക്കായിരിക്കും ആരോഗ്യവകുപ്പ് ഇനി കടക്കുക എന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അറിയാനുള്ള കാര്യം. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ശേഷം ആരോഗ്യമന്ത്രിയുടെ നിലപാട് ഈ വിഷയത്തിൽ ഇനി എങ്ങനെ വരുമെന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന കാര്യം. തങ്ങൾക്ക് അനുകൂലമായ നിലപാടിലേക്ക് എത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും നിയമ നടപടിയിലേക്ക് തന്നെ നീങ്ങാനാണ് വേണുവിന്റെ കുടുംബം ആലോചിക്കുന്നത്. ആ തീരുമാനമാണ് സിന്ധു അല്പസമയം മുമ്പ് നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ അടക്കം പറഞ്ഞതുപോലെ ഒരു സിസ്റ്റം ഉണ്ടായിട്ട് കാര്യമില്ല, ആ സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. വേണുവിന്റെ മരണം ഈ സിസ്റ്റത്തിന്റെ പ്രവർത്തന അപര്യാപ്തത മൂലം ഇരയാക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ആ ഒരു ദാരുണമായ സംഭവം നമ്മളെല്ലാം ഓർമ്മിപ്പിക്കുന്നത് അതാണ്.